സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് 118 പേർ. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് കൊല്ലത്തും കുറവ് കാസർഗോഡുമാണ്. മരിച്ചവരിൽ 10 വയസ്സിൽ താഴെയുള്ള 12 കുട്ടികളുമുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഇതിനിടെ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായയുടെ ആക്രമണമുണ്ടായി. ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് തെരുവുനായ പാഞ്ഞെടുത്തത്. കോഴിക്കോട് നാദാപുരത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെയും തെരുവുനായയുടെ ആക്രമണമുണ്ടായി. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. തെരുവുനായ ശല്യം അനുദിനം വർദ്ധിക്കുമ്പോഴും തുടർ നടപടികളില്ലെന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലത്ത് 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരത്ത് 16 പേരും പാലക്കാട് 13ഉം ആലപ്പുഴയിൽ 12 പേരും തൃശൂരിൽ 11 പേരും പേവിഷബാധയേറ്റ് മരിച്ചു. എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ 9 പേർക്കും പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ 7 പേർക്കും ജീവൻ നഷ്ടമായി. മലപ്പുറം 4, ഇടുക്കി വയനാട് 3, കോട്ടയം 2, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മരണനിരക്ക്. മരിച്ചവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരമോ പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവോ ലഭിക്കുന്നില്ലെന്നും രേഖകൾ സൂചിപ്പിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ പട്ടി കടിക്കുന്ന ആൾക്കാർ അവർ കയ്യിൽ പൈസ കൊടുത്ത് ചികിത്സിക്കുകയും ചത്തുപോകുന്നതിനെ കൂട്ടുകാർ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതേസമയം നോക്കിയേ, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടക തെരുവ് പട്ടി കടിച്ച ഒരാളെ കൊന്നാൽ 5 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുകയാണ്. ഇവിടെ ചികിത്സിക്കാനായിട്ട് ബാൻഡേഡ് മേടിക്കാൻ പോലുള്ള പൈസ കൊടുക്കുന്നില്ല. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രേ ഡോഗ് വിക്ടിം കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നാണ് പരാതി. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും തുടർ നടപടികൾക്കും ചുക്കാൻ പിടിക്കേണ്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വ്യക്തമായ ഉത്തരമില്ല. മീഡിയ 1 കൊച്ചി.